വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ നേരെ വൈത്തിരി പാർക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെയാണ് കാർ പാർക്കിംഗ്. ഇവിടെ നിന്ന് നമ്മൾ ഇവരുടെ തന്നെ ജീപ്പിലാണ് പാർക്കിലോട്ട് പോകുന്നത്. ഇതിന് എക്സ്ട്രാ ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൈവേയിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ള പാർക്കിലോട്ട്. പക്ഷേ ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നുമില്ല. ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലോട്ട് വരുന്നത് പോലെയാണ് ഈ പാർക്കിലോട്ട് വരുന്ന വഴി. ഈ കുന്ന് കയറി കഴിഞ്ഞാൽ കുറച്ച് കടകൾ കാണാം. ഇവിടം വരെയുള്ള ജീപ്പ് സൗകര്യം. ഇവിടെ നിന്നാണ് പൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളും മേടിക്കാൻ. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. പണ്ട് വിസ്മയ പോയപ്പോൾ മേടിച്ച ഡ്രസ്സ് എടുക്കാൻ വീണ്ടും 4 പേർക്ക് ഡ്രസ്സ് എടുക്കേണ്ടി വന്നു. നിങ്ങളുടെ കയ്യിൽ നെയിലോൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വരുന്നതാണ് നല്ലത്. കാരണം വെറുതെ പൈസ കളയണ്ടല്ലോ. ടിക്കറ്റ് മുതിർന്നവർക്ക് ഏകദേശം 700 രൂപയുടെ മുകളിലാണ്. കുട്ടികൾക്ക് ഏകദേശം 500 രൂപയാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ സിപ്പ് ലൈൻ, മൾട്ടി ലെയർ, കയാക്കിംഗ് എന്നിവയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗോസ്റ്റ് ഗേവ് ആണ്. ഇഫിനെ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൻ കയറിയില്ല. ഞങ്ങളൊക്കെ കാത്ത് അവൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള പാർക്കിൻ്റെ വ്യൂ ആണിത്. അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നാൽ അടുത്തത് സിപ്പ് ലൈനാണ്. കഴിഞ്ഞ പ്രാവശ്യം കാരാപ്പുഴ പാർക്കിൽ പോയപ്പോൾ സിപ്പ് ലൈനിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാനും ഷാഹിനും സിപ്പ് ലൈനിൽ കയറാൻ തീരുമാനിച്ചു. അവൾക്ക് വലിയ ധൈര്യമുള്ളത് കൊണ്ടല്ല, അവൾക്ക് ധൈര്യമുണ്ട് എന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയാണ്. കാരാപ്പുഴ സിപ്പ് ലൈൻ ഏകദേശം 605 മീറ്റർ ആണെങ്കിൽ ഇവിടെ ഉള്ളത് ഏകദേശം 100-150 മീറ്റർ ആണുള്ളത്. അങ്ങനെ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് മുകളിൽ കയറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇഫീനാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുള്ളത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് നമുക്ക് തരും. അടുത്ത് നമ്മൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് കേട്ടോ. ഇവിടെ കുറേ നേരം ഇഫീൻ്റെ തോനയും കളിയും കണ്ട് അങ്ങനെ ഇരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. അവിടെ കണ്ട ഒരു സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു എനിക്ക് പറ്റിയ ഒരു റൈഡും കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. അപ്പം തന്നെ ആ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു ആ കാണുന്ന പോത്തിനെ മെരുക്കാൻ പറ്റുമെന്ന്. ആണുങ്ങളുടെ വില കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ മേലെ ചാടി കയറി.
പിന്നെ രാവിലെ ഞാൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അതിനെ ബുദ്ധിമുട്ടിച്ചില്ല. അവിടെ ഞങ്ങൾ നേരെ പോയത് ഒരു 5D മൂവി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഞങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എന്ന്. ഇഫിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ബമ്പർ കാർ. ഇഫിക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പരിപാടി. കുറച്ചു നേരം കാത്തിരുന്നതിന് ശേഷം ഞാനും 2 റൗണ്ട് ഓടിച്ചു. എൻ്റെ കിളി പോയ ഒരു റൈഡാണ് ഈ ഗ്രാവിറ്റി റൈഡ്. ഇത് എൻ്റെ ഫസ്റ്റ് റൈഡായിരുന്നു. പിള്ളേരൊക്കെ ലാവിഷായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ. പക്ഷെ എൻ്റെ നോർത്തും സൗത്തും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി ഇത്. ഈ പരിപാടിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ലായിരുന്നു. പിന്നെ നേരെ ഞാൻ തല വെച്ചത് ഈ റൈഡിനാണ്. ഇതിലാരോ എന്നെ വെറിച്ച് വിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് ചെറിയ റൈഡുകളൊക്കെ കയറി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. കുറച്ചധികം നന്നായി കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് വന്നു. ഞങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ആളായി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 പേരും ഊണും മേടിച്ച് ഇഫിക്ക് ഒരു ഹാഫ് ബിരിയാണി മേടിച്ചു കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വന്നത് ഈ റൈഡിലോട്ടാണ് കേട്ടോ. ഈ റൈഡിലൂടെ ഞാൻ ഇഫിനെ കയറ്റി വിടുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയിലായിരുന്നു ഇഫി ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യും എന്നത്. ബാക്കിൽ ഞാൻ ഉണ്ടെങ്കിലും കുറച്ച് സമയം എടുത്താണെങ്കിലും അവനത് മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആ സന്തോഷത്തിൽ ഇഫിനെയും കൂട്ടി ഞാനൊരു സൈക്കിൾ റൈഡ് പോയി. പൂളിൽ ഇറങ്ങാനുള്ള സമയമായെങ്കിലും ഒരുപാട് നേരം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഈ കാണുന്ന കുട്ടികളെല്ലാം പൂൾ ഓപ്പൺ ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം പൂൾ ഓപ്പൺ ആയത് 4 മണിക്ക് ശേഷമായിരുന്നു. മുതിർന്നവർക്ക് കയറാൻ പറ്റിയ 2 റൈഡുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വലിയ റൈഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇഫിനെയും ധവനെയും കളിപ്പിച്ച് അവിടെ ഇരുന്നു. സമയമായപ്പോൾ ജീപ്പിൽ കയറി നേരെ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോയി. അപ്പോഴേക്കും സോയ എൻ്റെ കയ്യിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. പോകുന്ന വഴിക്ക് ക്ഷീണം മാറ്റാൻ ഇളനീം മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ടിക്കറ്റിന് 700 രൂപയുടെ മുകളിലാണ്. എക്സ്ട്രാ റൈഡിന് പൈസ ഒന്നും കൊടുക്കണ്ട. എന്നാലും എന്തോ ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?